സത്യം. കാരണം പല കോളേജുകളിൽ നടക്കുന്ന കാര്യങ്ങൾ, അതുപോലെ തന്നെ DYFIയുടെ ചില പ്രവർത്തനം, പൊതിച്ചോറ് കൊടുത്തുകൊണ്ട് മാത്രമായില്ല. പൊതിച്ചോറ് കൊടുക്കുക എന്ന് പറഞ്ഞാൽ അത് ആർക്ക് വേണമെങ്കിലും ചെയ്യാമല്ലോ. ആൾക്കാരിൽ നിന്ന് കളക്ട് ചെയ്ത് കൊണ്ടുപോയി കൊടുക്കുക. അത് നല്ല മനസ്സുള്ളവർ ഇഷ്ടം പോലെയുണ്ട്. അതുമാത്രമല്ല, കുറച്ചുകൂടെ ഏത് കാര്യത്തിലാണ് പ്രതികരിക്കേണ്ടതെന്ന് മനസ്സിലാവണം. പിന്നെ ഏറ്റവും വലിയൊരു പ്രശ്നം ഞാൻ കണ്ടത്, ആ നവകേരള യാത്രയുടെ ഇടയിൽ ധാരാളമായിട്ടുള്ള പ്രശ്നങ്ങളുണ്ടായി. അപ്പോൾ പ്രതിഷേധങ്ങൾ നാച്ചുറലാണ്. UDF ഭരിക്കുമ്പോൾ ഇടതുപക്ഷവും ചെയ്തിട്ടുണ്ട്, CPMൻ്റെ നേതൃത്വത്തിൽ. കരിങ്കൊടി കാണിക്കൽ എത്രയോ ഇടത്ത് പണ്ടും കണ്ടിട്ടുണ്ട്, എപ്പോഴും ഉണ്ട്. അപ്പോൾ അതെല്ലാം ഒരു അടിച്ചമർത്തുന്ന രീതിയിലേക്ക് പോകുന്നു എന്ന് പറയുമ്പോൾ അത് ഗൗരവത്തോടെ കാണണം. പിന്നെ ഒരു ചെടിച്ചട്ടിയോ അല്ല എന്തെങ്കിലും സാധനങ്ങളൊക്കെ എടുത്ത് ആരെങ്കിലും അടിക്കുക എന്നൊക്കെ പറഞ്ഞാൽ ഒരിക്കലും അത് രക്ഷാപ്രവർത്തനമാണെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. അത് തെറ്റായ ഒരു മെസ്സേജ് വരും. ഞാനിതൊന്നും പറയാൻ ആളല്ലെങ്കിലും വലിയ വലിയ ആൾക്കാരാണ് എല്ലാവരും. എങ്കിലും ഒരു ചെറിയ ആളെന്നുള്ള നിലയിൽ ഞാൻ പറയുകയാണ്, അത് വളരെ തെറ്റായൊരു മെസ്സേജ് പോയി. അതിൻ്റെ ഫലമാണ് ഈ സമരങ്ങളൊക്കെ ഒരുപാട് അക്രമ രീതിയിലേക്ക് പോകുന്നതും ഗവർണറെ ഉൾപ്പെടെ തടയലോ ന്യായമായ പ്രതിഷേധം ഒട്ടും തെറ്റല്ല. പക്ഷേ അതിൻ്റെ അതിർവരമ്പുകൾ വിട്ടു പോകുന്നു എന്നുള്ളത് മനുഷ്യർ കാണുന്നുണ്ട്. അത് കാണാതെ പോകരുതെന്നുള്ളതാണ്. അപ്പോൾ ഇതെല്ലാം പ്രോത്സാഹിപ്പിച്ച ഇത് തുടരണം, നല്ലതാണ്, രക്ഷാപ്രവർത്തനങ്ങൾ നല്ലതാണ്, ഇതെല്ലാം തുടരണം എന്നൊന്നും ഒരിക്കലും ഒരാൾ പറയരുത്. രക്ഷാപ്രവർത്തനം ഒരാളെ പിടിച്ചു മാറ്റുന്നതാണ് രക്ഷാപ്രവർത്തനമാണ്. അതുപോലെയുള്ള പല കാര്യങ്ങളുണ്ട് ഇവിടെ. ഇതെല്ലാം ജനങ്ങൾ ഈ TV എല്ലാം കണ്ടുകൊണ്ടിരിക്കുകയാണ്, ലൈവാണ്. അല്ലാതെ വെറുതെ പറയുകയല്ല എന്നുള്ളത് ഓർക്കണം. ഇത് എന്നോട് ഒരുപാട് പേര് പറഞ്ഞൊരു കാര്യം ഞാൻ ഷെയർ ചെയ്തു എന്നുള്ളത്.